ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഗാർഡനിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായിട്ട് നല്ല മഴയായിരുന്നു. മഴയൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ ഗാർഡനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുള്ള ഒരു പുറപ്പാടിലാണ്. അപ്പം ക്ലീൻ ചെയ്യുന്നതിനോടൊപ്പം കുറച്ച് ചെടികളൊക്കെ മാറ്റി നടുന്നും ഒക്കെയുണ്ട്. അപ്പോൾ ആദ്യം കണ്ടിരുന്നില്ലേ, നമ്മളുടെ മോള് ഉണ്ടായിരുന്ന കൂട്ടത്തിൽ എനിക്ക് കൂട്ടിന് കുറച്ച് സമയം. അപ്പം എൻ്റെ ക്ലീനിങ് ഒക്കെ കുറച്ച് കഴിഞ്ഞ് ചെടി നടുന്ന സമയത്താണ് അവളിവിടെ വന്നത്. അപ്പോൾ അവളും കൂടെ കൂടിയിട്ടുണ്ട് എൻ്റെ കൂടെ. കുറച്ച് പാട്ടുമൊക്കെ പാടി എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഗാർഡൻ ക്ലീനിങ് ഒക്കെ ഒന്ന് കാണാം. ഒരുപാട് ചെടികൾ ഉള്ള സമയത്ത് നമുക്ക് നല്ല അതിനെയൊക്കെ ഒന്ന് പരിപാലിച്ചെടുക്കണമെങ്കിൽ നല്ല പണി തന്നെയാണ്. ഇപ്പം ആഴ്ചയിൽ ഒരു ദിവസം എനിക്ക് ഇതുപോലത്തെ ഡീപ്പ് ക്ലീനിങ് കാണും ഗാർഡനിൽ. അപ്പം കുറേ കരിയിലകളും മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ചെടിച്ചട്ടികളെല്ലാം മാറ്റി വെച്ചിട്ട് നല്ല രീതിയിൽ അത് ക്ലീൻ ചെയ്തെങ്കിൽ മാത്രമേ നല്ല ഗാർഡനായിട്ട് കിടക്കുകയുള്ളൂ. അപ്പം ഞാൻ ഒരുപാട് വീഡിയോയിൽ ഞാൻ ക്ലീൻ ചെയ്യുന്നത് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇപ്പം ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഫുൾ ഡേ എനിക്ക് ക്ലീനിങ് ആയിരുന്നു ഇവിടെ. അപ്പോൾ എല്ലാം ഒന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കുറേയൊക്കെ കട്ട് ചെയ്തു, എല്ലാം വീഡിയോ എടുത്തതുമില്ല. പക്ഷെങ്കിൽ ഒരുപാട് പണിയുണ്ടായിരുന്നു ഇന്ന്. അപ്പം ഇടയ്ക്ക് മോളും കൂടെ ഒക്കെ വന്നത് കാരണം അവളോട് കുറച്ച് നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. സമയം പോയത് അറിഞ്ഞില്ല. അപ്പം നന്നായിട്ട് കണ്ടോ, ഒരുപാട് കരിയിലകൾ ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഗാർഡനിൽ. കാരണം മഴ പെയ്ത് 3-4 ദിവസം നല്ല മഴയായിരുന്നു. അപ്പം നമ്മൾ മുറ്റമൊക്കെ എല്ലാ ദിവസവും അടിച്ച് വാരും മഴ തോരുന്ന ചെറുതായിട്ട് തോരുന്ന സമയത്തൊക്കെ. പക്ഷെ എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചെടിച്ചട്ടികളൊക്കെ മാറ്റി എല്ലാ ദിവസവും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ചട്ടിയുടെയൊക്കെ അടിയിലൊക്കെ ഒരുപാട് കരിയിലകൾ അടിഞ്ഞ് കിടക്കും നമ്മളൊരു 3-4 ദിവസമൊക്കെ ക്ലീൻ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ മുറ്റം അടിച്ച് വാരാറുണ്ട്. അപ്പോൾ ചെടിച്ചട്ടി ഇരിക്കുന്ന ഭാഗം ഒഴിച്ചൊക്കെ ആയിരിക്കും അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ടൊരു ക്ലീനിങ്ങാണ് ഇന്ന് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. ഇന്ന് എന്തായാലും കുറച്ച് നേരം മഴയൊക്കെ ഒന്ന് തോർന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ സമയത്ത് ഒരുവിധം എല്ലാം ക്ലീൻ ചെയ്ത് നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഒരു ആഴ്ച അടുത്ത ആഴ്ചത്തേക്കൊക്കെ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്താൽ മതിയാകും. അപ്പം ചെടികളൊക്കെ ഒരുപാട് നടാനൊക്കെ അവിടെ ഇവിടെയൊക്കെ പറിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി അതൊക്കെയും നട്ടുപിടിപ്പിക്കണം നമുക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടില്ലേ, ഈ ഭാഗത്താണ് ഞാൻ ചെടികളൊക്കെ നടാൻ ഉപയോഗിക്കുന്ന മണ്ണ് വളം ഒക്കെ വെച്ചേക്കുന്നത്. അവിടെ തന്നെ കുറച്ച് ഹാങ്ങിങ് ഗാർഡനും ഇൻഡോറും ഒക്കെയുണ്ട്. അപ്പം നമുക്ക് ചകിരിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അതെല്ലാം ഇവിടെ തന്നെയാണ് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ 2-3 എൻ്റെ 4 മുറ്റത്തും 4 സൈഡിലും ചെടികൾ തന്നെയാണ്. മതിലിൻ്റെ പുറത്തും സൈഡിലും ഒക്കെ ആയിട്ട് ആണ് ഞാനിവിടെ ചെടികൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇന്ന് 4 ഭാഗവും ഇന്ന് ക്ലീൻ ചെയ്ത ഒരു ദിവസമാണ്. ശരിക്കും ഞാൻ വൈകിയപ്പോഴത്തേക്ക് ജോലിയെല്ലാം ചെയ്ത് നല്ലതായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഈ ഭാഗമൊക്കെ നമ്മളൊന്ന്, ഇതൊക്കെ എല്ലാ ദിവസവും നമ്മൾ ക്ലീൻ ചെയ്യുന്നതാണ്. പിന്നെ ഈ ചെടിച്ചട്ടികളൊക്കെ ഇങ്ങനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്കും നല്ല പണി തന്നെയാണ്. ഈ സൈഡിലിരിക്കുന്ന ചെടികളെല്ലാം ഇൻഡോർ പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിന് എല്ലാ ദിവസവും ഒന്നും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. 2-3 ദിവസം കൂടുമ്പോൾ മാത്രമേ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളൂ. പിന്നെ ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ചെടികൾ ഒരുപാട് കൂടുതലിരിക്കുന്ന സമയത്ത് ചെലന്തി വലകൾ ഒരുപാടുണ്ട് കേട്ടോ. ചെലന്തി വലയെ നമ്മൾ എത്ര അടിച്ച് മാറ്റിയാലും പിറ്റേ ദിവസം നോക്കുമ്പോൾ വീണ്ടും അത്രയും കൂടെ കാണും. അതുകൊണ്ട് നമ്മൾ കരിയില, മണ്ണ്, പൊടിയൊക്കെ അതിനേക്കാളും നമുക്ക് ശല്യം എന്ന് പറയുന്നത് ചെലന്തി വല കിട്ടുന്നതാണ്. ചെലന്തികളെല്ലാം കൂടെ നമ്മുടെ ചെടികളെ ആക്രമിക്കുന്ന, പൊതിഞ്ഞിരിക്കുകയായിരിക്കും ചെലന്തി വല. എല്ലാ ദിവസവും തൂത്താലും നമ്മുടെ ചെടിച്ചട്ടിയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് കോളീസാണ് ഈ ഭാഗത്ത് നട്ടിരിക്കുന്നത്. ഇവിടെ ഒരു പ്ലാവും മഹാഗിനിയൊക്കെ നിൽക്കുന്നുണ്ട്. അതിൻ്റെയാണ് ഈ കരിയില കിടക്കുന്നത് കേട്ടോ. അപ്പോൾ കരിയില കിടക്കുന്നതോടൊപ്പം മഴയും കൂടി ആയപ്പോഴത്തേക്കും ഇവിടെ മുഴുവനായി അതിൻ്റെ ചെടിച്ചട്ടിയിലെ മണ്ണ് വീണിട്ട് കണ്ടോ, ഒരുപാട് ചെളിയുണ്ട്. അപ്പം നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ചെടിച്ചട്ടികളൊക്കെ മാറ്റി വെച്ച് ഒന്ന് തൂത്തുവാരി കരിയിലകളൊക്കെ മാറ്റിയതിന് ശേഷം വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകാറും കൂടിയുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ആ മണ്ണൊന്നും പോകില്ല ശരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളുടെ ഗാർഡൻ നല്ല രീതിയിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ.
അപ്പം നല്ല പണികൾ തന്നെയാണ്. ചെടിച്ചട്ടികൾ മാറ്റി വെച്ച് കുറച്ച് ചെടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഒരുപാട് ചെടിയൊക്കെ ഉണ്ടെന്ന് കഴിഞ്ഞാൽ പിന്നെ നല്ല പണി തന്നെയാണ്. അപ്പോൾ ഉച്ചവരെയും നല്ല ക്ലീനിങ് ആയിരുന്നു ഇവിടെ. ഇനിയിപ്പം ഞാൻ കുറച്ച് ചെടിയൊക്കെ നടാനായിട്ട് പോവുകയാണ്. കുറേ ചെടികളൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ മോളെ, ഞാൻ ചെടി നട്ടിട്ട് പൊക്കോളാം കേട്ടോ. ഈ യെല്ലോയിലെല്ലാം ഞാൻ ഊരാൻ പോവാ കേട്ടോ. മക്കളിട്ടോ കേട്ടോ. ഇച്ചിരി മണ്ണ് തരാവോ? ഇച്ചിരി താടാ. അപ്പം നമ്മളിതിൽ നേരത്തെ കുറച്ച് മറ്റ് ചെടികളുണ്ടായിരുന്നു, അതൊക്കെ മാറ്റിയിട്ട് ഇപ്പം നമ്മുടെ ഈ ഗ്രാസ് വെച്ച് കൊടുക്കുകയാണ്. ഈ ഗ്രാസ് വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ കുഞ്ഞി കുസൃതിക്കുരുന്ന് ആരാണെന്നല്ലേ? ഇതെൻ്റെ ചേച്ചിയുടെ മോളുടെ മോളാണ് കേട്ടോ. അവള് 2 ദിവസമായുള്ളൂ അവളുടെ വീട്ടിൽ നിന്ന് വന്നിട്ട്. വന്നു കഴിഞ്ഞാൽ ഓടി വരും ഇവിടെയൊക്കെ. ഇതുപോലെ ചെടിയൊക്കെ നടാൻ ഭയങ്കര ഇഷ്ടമാണ്. ചെടിയൊക്കെ നട്ടിട്ട് നമുക്ക് പോകാം കേട്ടോ. മണ്ണെടുത്തോട്ടെ. താങ്ക് യു. ഇതിലൂടെ നമുക്ക് വേറെ ചെടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിൽ നമ്മുടെ 10 മണി ചെടിയായിരുന്നു, അതെല്ലാം ഒരുമാതിരി മുരടിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഇതൊക്കെ മാറ്റുന്നത് കേട്ടോ. ഇനിയിപ്പം നമുക്കിതിലേക്ക് വേറെ നല്ല ചെടി വെച്ച് കൊടുക്കാം. നല്ല ചെടി നട്ട് കൊടുക്കാം. എന്നിട്ടൊക്കെ നമുക്ക് ഉണ്ടോ ഇതിൽ കണ്ട ചെടി നട്ടേക്കുന്നത് ഇതുപോലെ നമുക്ക് അതിൽ നട്ട് കൊടുക്കാം.
ഇതിൽ നമ്മൾ എപ്പീഷ്യാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. നല്ല പൂക്കളൊക്കെ ഉണ്ട് ഇതിൽ. ഈ മോൾ എന്നെ വിളിക്കുന്നത് ശ്രദ്ധിച്ചായിരുന്നോ? ശോഭയെന്ന് വിളിക്കുകയാണ്, പക്ഷെങ്കിൽ ചോല ചോല എന്നാണ് പറയുന്നത്. ചോലയെന്ന് വിളിക്കുന്ന കേൾക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. അവളെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ നട്ട ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച മോളെ കേട്ടോ. ഗുഡ് ഗേൾ. അപ്പോൾ ഇതുവരെ നമ്മുടെ മോൾ ഇവിടെ ഉണ്ടായിരുന്നു. അവൾ ഇങ്ങോട്ട് പോയിട്ടുണ്ട് വീട്ടിലേക്ക്. അപ്പോൾ ഇനിയിപ്പം ഞാൻ ഈ നട്ട ചെടികളൊക്കെ കുറച്ച് മറ്റുള്ള ഭാഗത്തേക്കൊക്കെ തൂക്കിയിട്ട് കൊടുക്കാൻ പോവുകയാണ്. അവിടെ നടാനായിട്ട് ഞാൻ അവിടെ സൗകര്യത്തിന് അവിടെ കൊണ്ടിട്ട് തൂക്കിയിട്ടിരുന്നതാണ്. ഇപ്പോൾ ഇതാ ഇത് എല്ലാം കൂടെ ഞാൻ മറ്റൊരു ഭാഗത്തേക്ക് ഹാങ് ചെയ്തിടുകയാണ്. ഇന്ന് നമ്മളപ്പോൾ ഒരുപാട് ചെടികൾ നട്ടിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടെ നടാനുണ്ട്. സന്ധ്യയ്ക്ക് മുമ്പ് അതെല്ലാം എനിക്ക് തീർക്കണം. നടുന്നത് അങ്ങോട്ട് തൂക്കിയിട്ട് കൊടുക്കുകയാണ്. ഇനിയും കേടുവന്ന ഒരുപാട് ചെടികളുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് മാറ്റി ഞാൻ നട്ടിട്ടുണ്ട്. എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഗാർഡനിൽ ഇറങ്ങിയാൽ നല്ല പണി തന്നെയാണ്. ചില ദിവസങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ കൂടെ സമയം കിട്ടാറില്ല. അത്രയ്ക്ക് നല്ല പണിയായിരിക്കും. ഏകദേശം നമ്മൾ കുറേ ചെടികളൊക്കെ ഇവിടെ നട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടെയേ ഉള്ളൂ. അപ്പോൾ ഇത് കുറേ ദിവസങ്ങളായി ഇങ്ങനെ പടർന്ന് കിടക്കുമായിരുന്നു. അതിനെയെല്ലാം ഞാൻ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഈ കിടക്കുന്ന നമ്മുടെ ഹാങ്ങിങ് ചെയ്തേക്കുന്ന ഈ ഒരു ചെടി കണ്ടോ? ഈ ഒരു ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത്ര വളർന്ന് താഴെ വരെ മുട്ടാറായിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് അതിൻ്റെ ചട്ടിക്കകത്ത് താഴേക്ക് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. മോൾ ഭാഗത്തൊക്കെ ചെടികൾ വളരെ കണ്ടോ ഇല്ല, അവിടെ കാണാനേ ഇല്ല. അപ്പം ഞാൻ അവിടെ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മറ്റൊരു ചെടിയിൽ നിന്ന് കുറച്ച് പറിച്ചും കൊണ്ട് വന്നിട്ടുണ്ട്. അത് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. കാരണം ആ ചട്ടിക്കകത്തിൽ കുറച്ചുണ്ട്, എങ്കിലും നമുക്കത് ഒരു തിക്കായിട്ട് കാണുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ കുറച്ചും കൂടെ അതിൽ ഉള്ളിൽ നട്ട് കൊടുക്കുകയാണ്. താഴേക്ക് നല്ല രീതിയിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പം നോക്കിക്കേ എന്ത് രസമാണെന്ന് കാണാൻ. മുടിയൊക്കെ കിടക്കുന്ന പോലെ നല്ല രസത്തിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി നമ്മൾ രാവിലെ ഇവിടെ നിന്ന് കുറച്ച് അടിച്ചു വാരിയ സമയത്ത് കുറച്ച് ചെടികൾ മാറ്റി വെച്ചിരുന്നില്ലേ, അതൊക്കെ ചിലതൊക്കെ എനിക്കൊന്ന് മാറ്റി വെക്കണം മറ്റ് വലിയ ചട്ടിയിലേക്ക് കണ്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളതിൽ ചെടിച്ചട്ടിക്ക് താഴ്ഭാഗത്തായിട്ട് നമ്മൾ സാധാരണ ഇടുന്നത് പോലെ കുറച്ച് ഇഷ്ടികയും ചകിരിയൊക്കെ ഇട്ട് മണ്ണും ഇട്ടിട്ട് ആ ചെടിയൊക്കെ കുറച്ചും കൂടെ വലിയൊരു ചട്ടിയിലേക്ക് മാറ്റുകയാണ്. കാരണം ഇതൊക്കെ കുറച്ച് വലിയ മരമായതാണ്. ഇപ്പം മുറ്റത്തെങ്ങും നടാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഈ ഇൻ്റർലോക്കൊക്കെ ഇട്ടത് കാരണം മുറ്റത്തോട്ടെങ്ങും നട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനെല്ലാം ഈ ചട്ടിയിലൊക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വലിയ ചെടികൾ 2 ചെറിയ ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റി വലിയ ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒഴിഞ്ഞ 2 ചട്ടിയിലേക്ക് ഇനി വീണ്ടും അതിൻ്റെ ചെറിയ ചെടികളുണ്ട്, അത് ഞാൻ നട്ട് കൊടുക്കാൻ പോവാണ്. അപ്പം എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഈ ചട്ടിയിൽ നിന്ന് വലിയ ചട്ടിയിലേക്ക് മാറ്റി കഴിയുന്നുടനെ ഈ ആദ്യത്തെ ചട്ടിയിൽ വേറെ എന്തെങ്കിലും ചെടി വെച്ച് കൊടുക്കും. അപ്പോൾ എന്നും ചെടി നടാൻ എന്നും എല്ലാ ദിവസവും നമുക്കുണ്ടായിരിക്കും. അപ്പോൾ ഈ ഗാർഡനിൽ എത്ര ചെടിയുണ്ടോ അതൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ നടുന്നതും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് സമയം പോകുന്ന അറിയില്ല ഈ ചെടികളെല്ലാം ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കുമ്പോഴേ. മാത്രമല്ല നമ്മൾ മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ തന്നെ ചെയ്യുന്നതല്ലേ. അപ്പം ഒരുപാട് പണികൾ അതുകൊണ്ട് നമുക്കുണ്ടായിരിക്കും. വെറുതെ ഇരിക്കാൻ ഒട്ടും സമയം കാണില്ല. എപ്പോഴും ഇങ്ങനെ ചെടികൾ നടുക, ചെടികളുടെ കാര്യങ്ങൾ ഓരോന്നിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കാനായിട്ട് എപ്പോഴും ഉണ്ടാകും. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ 2 മുറ്റത്തെ ചെടിയേ ആയിട്ടുള്ളൂ. ഇനിയും കിടക്കുന്നുണ്ട് 2 മുറ്റത്തെ ചെടികളും കൂടെ നമുക്ക് ഇതുപോലെ ചെയ്യാൻ. അപ്പോൾ അത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം.